ഇന്ന് നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാവ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, കറുകാപ്പില എല്ലാം ഇടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. കലക്കാൻ ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. മാറ്റി വെക്കാം. ഇഡ്ഡലിയുടെ മാവേ മൊത്തം 16 കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കാവേ. ഈ ഇഡ്ഡലി 10 മിനിറ്റ് വേവട്ടെ. പിന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. എണ്ണപ്പൊടി ഇട്ട് കൊടുക്കാവേ. ശകല എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് ഇതൊരു 2 വിസിലിട്ട് അടുപ്പിച്ചെടുക്കാം. മലക്കറി ഇടുന്നത് 2 കിഴങ്ങ്, 1 കത്തിരിക്ക, 1 തക്കാളി, 2 പച്ചമുളകാണ്. സിമ്പിളായിട്ടുള്ള സാമ്പാറാണ് വയ്ക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സാമ്പാർ റെഡിയാക്കാം. തോനെ മലക്കറിയൊന്നും വേണ്ട, കുറച്ച് മലക്കറിയൊക്കെ മതി. നമ്മുടെ സാമ്പാറിന് ഒരു മുരിങ്ങയ്ക്കയും കൂടെ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. പരിപ്പ് വേഗം വെച്ചാൽ ചൂടാ നല്ല പഞ്ഞി കണക്ക വരും. നല്ല സൂപ്പർ ഇഡ്ഡലിയാ കേട്ടോ. ഇത് നമ്മുടെ റേഷൻ അരിക്കാവും വാങ്ങിക്കും. വാങ്ങിച്ചു കഴിഞ്ഞാൽ മാവും കൊള്ളത്തില്ല. പക്ഷെ ഇത് ഞങ്ങൾ അനിയത്തി വീട്ടിൽ ആട്ടി എടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന അരിയാണ്. ചിലവരൊന്നും അരി എടുക്കത്തില്ല. ഞാൻ പിന്നെ നമ്മുടെ പരിപ്പിൻ്റെ കൂടെ നമ്മുടെ കിഴങ്ങും തക്കാളിയും കത്തിരിക്കായും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തില്ലായിരുന്നു. എന്നിട്ട് ഇടക്കി കൊടുക്കാം. നല്ലോണം നമ്മൾ ഈസ്റ്ററിൻ്റെ സാമ്പാർ പൊടിയാണ് എടുക്കുന്നത്. 10 രൂപയാണ്. ഈ ഒരു സാമ്പാർ പൊടിയാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. വേറെ തേങ്ങ ഇട്ട് കൊടുക്കാം ജാറിൽ. പിന്നെ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാതെ, ഇട്ട് കൊടുക്കാതെ, 3 പച്ചമുളക് ഇട്ട് കൊടുക്കാതെ, 4-5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാതെ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാതെ, ഇത് നല്ല ഇറക്കமாக അടിച്ചു വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മുരിങ്ങയ്ക്ക ഇല കണ്ടല്ല, മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സാമ്പാറിന് മലക്കറിയില നല്ല കണക്ക് വെന്തിട്ടുണ്ട് കണ്ടോ. സാമ്പാറിൻ്റെ പൊടി നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. നല്ല കണക്ക് ഇളക്കി കൊടുക്കാം. പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാവേ. മല്ലിയില ഇട്ട് കൊടുക്കാവേ. കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് കൂട്ടിയിട്ടുണ്ട്. കൊച്ചുള്ളി ഇട്ട് കൊടുക്കാവേ. കുറച്ച് കറിവേപ്പില, കായപ്പൊടി, കടുക് ഇട്ട് കൊടുക്കാവേ. കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാവേ. ചട്നിയിൽ ഇത് താളിച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. നല്ല ചൂട് ചായ